വചനവീഥിയിലൂടെ ഫാദർ JB പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം അധ്യായം 6 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ധർമ്മദാനം. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുൻപിൽ വച്ച് നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അല്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിങ്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ ലഭിക്കാൻ കപടനാട്യക്കാർ സിനഗോഗുകളിലും തെരുവീഥികളിലും ചെയ്യുന്നത് പോലെ നീ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ മുൻപിൽ കാഹളം മുഴക്കരുത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. നീ ധർമ്മദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് നിന്റെ വലതു കൈ ചെയ്യുന്നത് ഇടതു കൈ അറിയാതിരിക്കട്ടെ. രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. യേശുവിന്റെ ദർശനത്തിൽ കൂടുതൽ നന്മയായിട്ടുള്ളത്. യേശുവിന്റെ ധാർമ്മികമായ മനസാക്ഷിയുടെ പരിമിതമായ പ്രകാശനം ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമുക്ക് ദർശിക്കാനാകും എന്നാണ് എന്റെ ചിന്ത. സാധാരണ മനുഷ്യന്റെ സാമാന്യ ജീവിതത്തിൽ ഒരുപാട് നല്ല പ്രവൃത്തികൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ആ മനുഷ്യന്റെ ജീവിതത്തിൽ നല്ലതെന്ന് പരക്കെ അറിയപ്പെടുന്ന ഒരുപാട് പ്രവൃത്തികൾ ഉണ്ടാകും. സമൂഹത്താൽ അംഗീകൃതമായിട്ടുള്ളതും സമൂഹത്തിന്റെ അംഗീകാരത്തിന്റെ മുദ്ര ചാർത്തി കിട്ടിയിട്ടുള്ളതുമായിട്ടുള്ള പല പ്രവൃത്തികളും. ഉദാഹരണമായിട്ട് നോമ്പ്, ഉപവാസം, പ്രാർത്ഥന, ദാനധർമ്മം, മറ്റ് സാമാന്യം സാമൂഹ്യമായിട്ട് അംഗീകൃതമായിട്ടുള്ള നല്ല പ്രവൃത്തികൾ. ഇവയൊക്കെ നല്ല പ്രവൃത്തികൾ തന്നെ യേശുവിന്റെ നോട്ടത്തിൽ. മറ്റൊരു വിഭാഗം നല്ല പ്രവൃത്തികളുണ്ട്. സമൂഹത്തിൻ്റെതായിട്ടുള്ള അംഗീകാര മുദ്ര അതിനെ ചാർത്താൻ ഇടവരുന്നില്ല. കാരണം സമൂഹം അത് അറിയുന്ന പോലുമില്ല. അറിയാത്തൊരു കാര്യത്തിന് അംഗീകാരത്തിന്റെ പ്രശ്നം അവിടെ ഉദിക്കുന്നില്ല. അവ ആന്തരികമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. മനസ്സിലാണ് അവയുടെ പ്രയോഗം. അതിനുദാഹരണമാണ് മനുഷ്യന്റെ മനസ്സിൽ ഉരുണ്ടുകൂടുന്ന സ്വാർത്ഥചിന്തകള്. ഈ സ്വാർത്ഥചിന്തകള് ഈ മനുഷ്യനെ ഇന്ന സമയത്ത് ഉണ്ട് എന്ന് സമൂഹം അറിയുന്നില്ല. പക്ഷേ ശ്രദ്ധിക്കുന്ന മനുഷ്യനെ അത് മനസ്സിലാകാൻ ഇടവരും ഇത് സ്വാർത്ഥതയാണ് എന്ന്. അങ്ങനെ ഇടവരുന്ന ആ സ്വാർത്ഥതയെ ആ മനുഷ്യൻ നിഗ്രഹിക്കാൻ സാധിക്കാന്ന് വിചാരിക്കും. തീർച്ചയായിട്ടും അതിൽ ഒരുപാട് നന്മയുണ്ട്. അതിൽ പെട്ടതാണ് വൈരാഗ്യ മനസ്ഥിതി, ദുരഭിമാനം, വാശി. ഇങ്ങനെ ഒരുപാട് ആന്തരികമായിട്ടുള്ള മനുഷ്യനിലുണ്ടാകുന്ന സംഘർഷങ്ങള്, അല്ലെങ്കിൽ മനുഷ്യനാണെങ്കിലും മൃഗീയമായിട്ടുള്ള വാസനകള്. ഈ വാസനകൾ മനുഷ്യന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട് അതേ സമയത്ത് എന്ന് ഒരു മനുഷ്യനും അറിഞ്ഞുകൂടാ, കൂടെ ജീവിക്കുന്നവർക്കും അറിയില്ലേ. പക്ഷേ അവനവൻ അത് മനസ്സിലാക്കി അതിനെ നിയന്ത്രിച്ച് അതിനെ ശിക്ഷണം നൽകി അതിനെ വിശുദ്ധീകരിക്കാൻ സാധിച്ചാൽ യേശു പറയുന്നു ശ്രേഷ്ഠമായിട്ടുള്ള നന്മയാണത്. ആദ്യത്തെ ഗണത്തിൽപ്പെട്ട നല്ല പ്രവൃത്തികള്, അതിനുള്ള പ്രതിഫലം സമൂഹത്തിന്റെ അംഗീകാരത്തോടു കൂടി തന്നെ ഒരുവിധം അത് കിട്ടിക്കഴിഞ്ഞു. അത് ദൈവത്തിന്റെ പക്കലേക്ക് പോകാനും ദൈവത്തിനെ അതിന് പ്രത്യേകമായിട്ട് സമ്മാനിക്കാനും ഒന്നും അതിലുണ്ടാകണം എന്നില്ല. എന്നാൽ രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെട്ട നല്ല പ്രവൃത്തികള് സമൂഹം അറിയുന്നില്ല. നല്ലതാണോ മോശമാണോ എന്ന് പോലും സമൂഹത്തിന് അറിഞ്ഞുകൂടാ. കാരണം അറിവില്ലാത്തതിനെ പറ്റിയിട്ട് അഭിപ്രായം പറയാൻ പോലും സമൂഹത്തിന് പറ്റുന്നില്ല. പക്ഷെ വ്യക്തികൾക്ക് അറിയാം. അങ്ങനെ വ്യക്തികളുടെ മനസ്സിനെ സംസ്കരിച്ച് അതിനെ പവിത്രീകരിച്ച് വിശുദ്ധീകരിച്ച് സംയമനം ചെയ്ത് അതിന് വേണ്ട ആ പരിശ്രമം തീർച്ചയായിട്ടും നല്ല പ്രവൃത്തികൾ തന്നെ. അതിന്റെ കൂടെ സഹജീവിയായിട്ടുള്ളൊരു മനുഷ്യന്റെ യഥാർത്ഥത്തിലുള്ള ആവശ്യം കണ്ടറിഞ്ഞ് തക്കതായിട്ടുള്ള സമയത്ത് തക്കതായിട്ടുള്ള രീതിയിൽ സഹായിക്കുക. പരസ്യത്തിന് വേണ്ടിയൊന്നുമല്ല, പരസ്യപ്പെടുത്തുന്നുമില്ല. അങ്ങനെയുള്ള നല്ല പ്രവൃത്തികളും ഈ രണ്ടാമത്തെ ഗണത്തിൽ പെടും. യേശുവിന്റെ നോട്ടത്തില് അങ്ങനെ രഹസ്യത്തിൽ നടക്കുന്ന ഈ നല്ല പ്രവൃത്തികൾക്കാണ് ദൈവത്തിന്റെ മുമ്പിൽ കൂടുതൽ സ്വീകാര്യത.
ദൈവം അതിനെ സമ്മാനിക്കുക തന്നെ ചെയ്യും എന്നാണ് യേശുവിന്റെ നിലപാട്. അതുകൊണ്ട് യേശു തന്റെ അനുയായികളെ ഉപദേശിക്കുന്നത് സമൂഹത്തിന്റെ അംഗീകാരം പിടിച്ചു പറ്റിയിട്ടുള്ള, അംഗീകാരം മുദ്ര ചാർത്തപ്പെട്ടിട്ടുള്ള നല്ല പ്രവൃത്തികൾ വേണ്ട എന്ന് യേശു പറയുന്നില്ല. സമൂഹ ജീവിയായതുകൊണ്ട് അതും മനുഷ്യന് ആവശ്യമുണ്ട്. പക്ഷെ അതിന്റെ പുറകെ പോയിട്ട് രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെട്ട നല്ല പ്രവൃത്തികൾ മനുഷ്യൻ ഉപേക്ഷിക്കാനിടവരികയാണെങ്കിൽ അതുകൊണ്ട് വ്യർത്ഥമായിട്ടുള്ള പരിശ്രമം എന്നുള്ള രീതിയിലേക്ക് നീങ്ങും. ഇവിടെ ഒരു വലിയ അപകടം സാധാരണ നല്ല ക്രൈസ്തവരാണ്, നല്ല ജീവിതം നയിക്കുന്നു എന്ന് വിചാരിക്കുന്ന ആളുകളിൽ ഉണ്ടാകാൻ ഇടവരുന്ന ഒരു വിപത്തുണ്ട് ഇതില്. എന്താണ് ആ വിപത്ത്? അവര് പരസ്യമായിട്ടുള്ള രീതിയിൽ സമൂഹത്തിന്റെ മുമ്പില് ഈ മുദ്ര ചാർത്തപ്പെട്ടിട്ടുള്ള നല്ല പ്രവർത്തികളൊക്കെ ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്ന അതിലെ ഒരു ഹരം തന്നെ കാണുന്നു. അതിന്റെ ഫലമായിട്ട് അവരിലുണ്ടാകുന്ന ഒരു നീതീകരണത്തിൻ്റെതായിട്ടുള്ള മനോഭാവം, കൂടുതൽ നല്ലവരാണ് തങ്ങളെ എന്നുള്ളൊരു മനോഭാവം, യേശു ഒരിക്കൽ പറഞ്ഞ ആ ഫരീസയന്റെ മനോഭാവം അറിയാതെ ഉണ്ടാകുന്നു. ആ ഫരീസന്റെ മനോഭാവത്തിന്റെ സാന്നിധ്യത്തിൽ രക്ഷാകരമായ മൂല്യം അവയ്ക്ക് നഷ്ടപ്പെടുന്നു. നീതീകരണത്തിൻ്റെതായിട്ടുള്ള ആ ചിന്തയുടെ അടിസ്ഥാനത്തിൽ ദൈവികമായിട്ടുള്ള ആ സമ്മാനത്തിന് അർഹത നഷ്ടപ്പെടുത്തുകയാണ് ആ മനുഷ്യൻ. അതുകൊണ്ട് രഹസ്യത്തിൽ നീ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പരസ്യമായിട്ട് സ്വർഗസ്ഥനായ പിതാവ് നിന്നെ സമ്മാനിക്കുമെന്നാ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ പോലും അറിയാൻ ഇടവരാത്ത വിധത്തിൽ, ഏതെങ്കിലും വിധത്തെ ഇടത് കൈ അറിഞ്ഞതുകൊണ്ട് അപകടങ്ങളൊന്നുമില്ല. പക്ഷേ അതല്ല നമ്മുടെ ലക്ഷ്യമായിട്ട് കാണേണ്ടത്. ആന്തരികമായിട്ടുള്ള നമ്മുടെ സംയമനം, ആ സംയമനത്തിന് ശ്രദ്ധ തിരിക്കാനിടവരിക. അല്ലെങ്കിൽ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുകയും ആന്തരികമായിട്ട് നമ്മുടെ മനുഷ്യനേക്കാൾ അധപ്പതിച്ച മൃഗതുല്യമായിട്ടുള്ള വാസനകൾ പരിപോഷിപ്പിക്കാനും ഇടവരിക എന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും മനുഷ്യനെ ഉത്കൃഷ്ടമാക്കില്ല, ധാർമ്മികമായിട്ടും ആത്മീയമായിട്ടും മനുഷ്യനെ വളർത്തുകയില്ല, ദൈവികമായിട്ടുള്ള പ്രസാദത്തിന് മനുഷ്യന് അർഹതയുണ്ടാകില്ല എന്ന സത്യം നമ്മളെ പഠിപ്പിക്കുകയാണ് ഇന്നത്തെ സുവിശേഷം എന്ന് വേണം മനസ്സിലാക്കാൻ.